ഇപ്പോഴാണ് ഒരു മോളുള്ളത് കാര്യം ഓർമ്മ വന്നത്. ഞാനായിട്ട് ഉപേക്ഷിച്ചതല്ലല്ലോടി നിന്നെ. നീയല്ലേ ആരെയും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ കാരണം ഉമ്മായ്ക്ക് നന്നായിട്ട് അറിയാലോ ഉമ്മ. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പറച്ചിൽ? എന്തായാലും ഉമ്മ ഇവിടെ ഇരിക്കും. ഞാൻ ഉമ്മയ്ക്കേ ചായ എടുക്കാം. ഇപ്പോൾ ഒന്നും വേണ്ട എനിക്ക്. ഞാൻ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതിനാ വന്നത് ഞാൻ. എന്നമ്മ ഇരിക്കും, ഇരുന്ന് സംസാരിക്കാമല്ലോ എന്നോട്. എന്നാ ഇരിക്കുമ്മ. നിന്റെ ഉദ്ദേശം എന്താണ്? ഇത്രയും വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിനാണ് നീ ഇവിടെ ആരുമില്ലാത്ത വീട്ടിൽ, വലിയ വീട്ടിലൊക്കെ താമസിക്കേണ്ട കാര്യം എന്താ? ആരുടെ വാക്ക് കേട്ടിട്ടാ നീ ഇത്രയും വലിയ വീടൊക്കെ എടുത്ത് താമസിക്കുന്നത്? ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ തൊലി പൊളിയാ. ഒരു പെറ്റതള്ളയായി ഞാൻ കേൾക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല ഒരു മകളെപ്പറ്റി കേൾക്കുന്നത്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എനിക്ക് എന്തൊക്കെ എടുക്കാവോ അതെല്ലാം എടുത്തിട്ട് നീ എൻ്റെ കൂടെ പോന്നേക്കണം. ഇനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല. നിൻ്റെ കൂടെയൊക്കെ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒന്നും നിന്നോട് ചോദിക്കുന്നില്ല. എന്തായാലും നീ എൻ്റെ കൂടെ ഇന്ന് വന്നേക്കണം. ഇനി എനിക്ക് ആരെയും ആയിരിക്കുന്ന കേൾക്കാൻ വയ്യ. എനിക്കൊരു സ്ഥലത്ത് പോകാനും പറ്റുന്നില്ല. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിന്നെപ്പറ്റിയുള്ള സംസാര വിഷയങ്ങളാണ് കേട്ട് കേട്ട് ഞാൻ മടുത്തിട്ടുണ്ട്. ഓരോ തോന്നിവാസം കാണിക്കുമ്പോഴത്തേക്കേ ഒരു പെറ്റതള്ളയായിട്ട് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ കണ്ണ് അടയുമ്പോഴത്തേക്ക് നീ എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പറയാനും കൂടെ ഞാൻ വന്നിരിക്കുന്നത്. പറയും മാത്രമല്ല, നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഞാനെടുത്ത തീരുമാനത്തിന് ഒരു മാറ്റവും. ഉമ്മെന്തിനാ മറ്റുള്ളവരുടെ വാക്കൊക്കെ കേൾക്കാൻ പോകുന്നത്? എനിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാവാം. അവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ള മനസമാധാനക്കേട് പോയിരിക്കുക. കുത്തുവാക്കും 3 നേരം ഗുളിക കഴിക്കുന്ന പോലല്ലേ നാത്തൂൻ്റെ അവിടെ കുറ്റം പറച്ചിലും കുത്തുവാക്കൊക്കെ കേട്ട് 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 എനിക്ക് സഹി കെട്ടുമ്മ. അതിനുശേഷം ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എനിക്ക് ഇനി വീണ്ടും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുമ നിർബന്ധിക്കേണ്ട, ഞാൻ വരുത്തില്ല. അപ്പോൾ പറയുന്നതിലൊക്കെ സത്യമുണ്ടല്ലേ? അങ്ങനെ ആൾക്കാർ ചുമ്മാ ഒന്നും പറയത്തില്ലല്ലോ. നിൻ്റെ കൂടെ ഒരുത്തനുണ്ടെന്നാണ് പറയുന്നത്. അവനിക്ക് വേണ്ടിയിട്ടാണ് നീ ബന്ധം ഒഴിഞ്ഞെന്നാണ് പറയുന്നത്. സത്യം തന്നെ ആണോ കൊച്ചെ? എനിക്ക് ആൾക്കാരെ വായിരിക്കുന്നൊന്നും കേൾക്കാൻ വയ്യ എനിക്ക്. അവൻ കള്ളു കുടിക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ അവനെക്കൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. നിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഭംഗിയായിട്ട് നോക്കുന്നില്ലായിരുന്നോ? ഇപ്പം അതൊന്നും അല്ല. ഇപ്പം നീ കൊണ്ട് കിടക്കുന്ന അവനായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ അവനെ ഒഴിവാക്കിയത്. അങ്ങനെ തന്നെയാണ് ആൾക്കാരും പറയുന്നത്. ഇപ്പം എനിക്കും അതിനാണ് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ബന്ധം വേർപ്പെടുത്തി. എന്നിട്ട് അവൾ വീട്ടിൽ 2 മാസം പോലും തികച്ച് നിന്നില്ല. അവിടുന്ന് ഇറങ്ങി പോരുന്നു. എൻ്റെ പൊന്നു കൊച്ച്, എനിക്ക് ഓരോരുത്തർ പറയുന്നത് കേട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ തല താഴ്ത്തി തന്നെ നിൽക്കുക. അതുകൊണ്ട് ഇനി എനിക്കും എന്നെ വിഷമിപ്പിക്കരുത്. ഇനി ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. നാട്ടുകാരും ബന്ധുക്കാരും പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളവർ, ഇപ്പോൾ ഉമ്മ തന്നെ പറയുന്നില്ലേ, നിങ്ങളൊന്നും കാര്യം അറിയാതെയാണ് ഉമ്മ സംസാരിക്കുന്നത്. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്നത്. ഒരു പെറ്റതള്ളയായ ഞാൻ ഒരു മകളെപ്പറ്റി കേൾക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ കേട്ടിട്ട് വരുന്നത്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇനി നീ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. നീ എൻ്റെ കൂടെ പോര്. നിനക്കിഷ്ടപ്പെട്ട ആളെ ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാടി. ഞാൻ നടത്തി തരാം നിനക്ക്. അല്ലാതെ അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെയൊക്കെ കുറുക്കുവഴി ചെയ്യേണ്ടത്. ഇത് നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ഒക്കെ പറഞ്ഞ് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നീ ജീവിച്ച് കാണിച്ചിട്ട് നിനക്ക് എന്ത് നേടാനാ? എനിക്ക് ഇതിന് പറ്റത്തില്ല. എൻ്റെ മോളെ പറ്റി മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് എനിക്ക് കേട്ട് നിൽക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അതിന് എനിക്കൊരു മറുപടി പറയാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കി തരുന്നില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. നീ ആരാന്ന് വെച്ചാൽ നീ കല്യാണം കഴിച്ചാൽ ഞാൻ നടത്തി തരാം. അത് ജാതി മതമോ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നീ കെട്ടിച്ചേരാം. പക്ഷേ നീ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ലേ? എനിക്ക് നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും വീട്ടിലുള്ളവരുടെയും ഒന്നും കേൾക്കാൻ എനിക്ക് വയ്യ. രാവും പകലും ഇരുന്ന് കുത്തുവാക്ക് കേട്ട് 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 ഞാൻ സഹി കെട്ട ഞാനിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടത് ഞാൻ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ. ഇനി ഒറ്റയ്ക്കുള്ള ജീവിതം വേണ്ട. അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരെ.
ഉമ്മയും കൂടെ എന്നെ ഒന്ന് മനസ്സിലാക്കുമ്മ. നാട്ടുകാരും ബന്ധുക്കാരും പറയുന്നത് പോട്ടെ, ഉമ്മാക്ക് എങ്ങനെ എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? നിങ്ങൾ പറഞ്ഞ ആളെ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. എന്നിട്ട് എനിക്കൊരു സന്തോഷ ജീവിതം കിട്ടിയോ അമ്മ? ഉമ്മ ഇപ്പോൾ പറഞ്ഞല്ലോ കള്ളുകൂടി മാത്രമേ ഉള്ളൂ. കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അയാൾ പറയുന്ന ഭാഷകളും ഒക്കെ ഭയങ്കര തന്നെയാണ്. എന്നിട്ടും ദേഹോപദ്രവം അയാൾ മാത്രം തന്നെയാണ്. ഉമ്മായി മോനും കൂടാണ് എന്നെ ഉപദ്രവിക്കുന്നത് തന്നെ. സഖി കെട്ട ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞത്, വീണ്ടും നിങ്ങൾ ഒത്തുറപ്പാക്കി വീണ്ടും എന്നെ അങ്ങോട്ട് വിട്ടു. എല്ലാം ഞാൻ ക്ഷമിച്ച് വീണ്ടും ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കി തന്നു, കുഞ്ഞുങ്ങളുണ്ടാകാത്ത പേരിൽ. അതിൻ്റെ പേരിലായിരുന്നു പിന്നെ അങ്ങോട്ട് പ്രശ്നം. അവസാനം ഡോക്ടറെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് പ്രശ്നം എനിക്കല്ല അയാൾക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പേരിൽ ആ കുറ്റം കൂടെ എനിക്കായിരുന്നു. അങ്ങനെ ഒരുപാട് സഹിച്ചമ്മ ഞാൻ അവിടെ നിന്നത്. ഒരു പെണ്ണ് പോലും സഹിക്കത്തില്ല. നേരോ എനിക്ക് ഭക്ഷണം പോലും കിട്ടത്തില്ലായിരുന്നു അവിടെ. നിങ്ങളെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റ്. എല്ലാ പെമ്പിളാരും ചെയ്യുന്നത് പോലെ ഞാനും അങ്ങ് ആത്മഹത്യയ്ക്ക് അങ്ങ് ശ്രമിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? സഖി കെട്ട ഞാൻ അവിടെ നിന്ന് ഓടി വന്നത്, ഞാൻ ബന്ധം ഒഴിഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് സമാധാനം സന്തോഷം വരെ എനിക്ക് കിട്ടിയോമ്മ. നാത്തൂൻ്റെ വക അവൾ പറയുന്നത് പിന്നെയും പോട്ടെ, പക്ഷേ എൻ്റെ ആങ്ങള അവനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയോ? അവനും അവൾ പറയുന്നതിനകത്ത് തുള്ളി. അവർക്ക് പേടിയുണ്ടായിരുന്നു അമ്മ. ജീവിതകാലം മുഴുവൻ അവന് എന്നെ ചുമക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഭക്ഷണത്തിന് പോലും കണക്ക് പറയാൻ തുടങ്ങിയപ്പോഴല്ലേ അമ്മ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇത് എൻ്റെ രഹസ്യക്കാരൻ്റെ വീടൊന്നും അല്ല, ഇതെൻ്റെ കൂട്ടുകാരിയുടെ വീടാണ്. അവളിവിടെ ഇല്ല, അവൾക്ക് ജോലിയൊക്കെ ആയി ദുബായിലാണ്. അവരവിടെ സെറ്റിലായപ്പോഴത്തേക്കാണ് എൻ്റെ ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞത്. വാടക പോലും വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വാടക ഞാൻ അവർക്ക് അയക്കുന്നുണ്ട്. അവർ വരുമ്പോഴത്തേക്ക് എന്തായാലും 4 വർഷത്തേക്ക്, എന്തായാലും ഒരു 4-5 വർഷത്തേക്ക് വരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ ഞാനിവിടെ താമസിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സാധനങ്ങളും എല്ലാം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ തുടങ്ങിയത് തന്നെ. പിന്നെ 2-3 വട്ടം എൻ്റെ കൂടെ കണ്ടതെന്ന് പറഞ്ഞത് അത് അവിടെ കെട്ടിയോനാ. അത് അവിടെ കെട്ടിയോ മാത്രമല്ല, അത് അവളും ഉണ്ടായിരുന്നു. അവിടെ ഉമ്മായെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാ. അങ്ങനെ ഞങ്ങൾ 2-3 ഇടത്തൊക്കെ ഒന്ന് പോയി. അല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കരുത്. ഉമ്മായും കൂടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാമ്മ ഉള്ളത്? എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് വേണ്ട. ഒരു കല്യാണം കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത്. അതൊന്ന് മാറുന്നത് വരെ എനിക്കിനി കല്യാണമൊന്നും വേണ്ടാമ്മ. എനിക്കൊന്ന് ജീവിക്കണം, മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം, കഴിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലൊന്നും അല്ല. നമുക്ക് ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുമോ ഞാനിവിടെ? എനിക്ക് മറ്റുള്ളവർ നിന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ എനിക്ക് നോവത്തില്ലേടി? നീ പറഞ്ഞതുപോലെ തന്നെ നിൻ്റെ കൂടപ്പുറപ്പ് തന്നെയാണ് രാവും പകലും ഇരുന്ന് നിന്നെ കുറ്റങ്ങൾ പറയുന്നത്. അത് കേട്ട് കേട്ട് ഉമ്മാക്ക് വയ്യ. നീ പറഞ്ഞതിനകത്തും സത്യമുണ്ട്. നാട്ടുകാർക്കും ബന്ധുക്കാർക്കും എന്തും പറയാമല്ലോ. അവരുടെ കണ്ണിൽ നമ്മൾ നല്ലത് ചെയ്താലും തെറ്റാ. ഇനി മോള് വിഷമിക്കണ്ട. ഞാൻ നിന്നെ അവിടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. നിന്നെ വീണ്ടും അവിടെ കൊണ്ടുപോയാൽ ഇതിൻ്റെ പേരിലായിരിക്കും നിന്നെ വീണ്ടും അവിടെ കുത്തുവാക്കുണ്ടാകുന്നത്. ഇനിയിപ്പോൾ അത് വേണ്ട. നിൻ്റെ കൂടെ ഈ വീട്ടിൽ ഉമ്മായുണ്ട്, അതുപോലെ. ഞാൻ വന്നതുപോലല്ല ഇപ്പം ഞാൻ നിൽക്കുന്നത്. നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഉമ്മായും ശ്രമിച്ചില്ല മോളെ. ഇനി നീ ധൈര്യമായിട്ട് ഓഫീസിൽ പോയിക്കോ, ഉമ്മ ഇവിടെ കാണും. ഇനി നിൻ്റെ ഒപ്പം ഞാനുണ്ട്. നീ എവിടാണോ അവിടെ ഞാൻ. നിനക്കൊരു ജീവിതം ഉണ്ടാകുന്നവരെ